പൂഞ്ഞാറിൽ ഇത്തവണ പി സി ജോർജ് തോക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? പുള്ളിക്കാരൻ തോക്കുമെന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ? അത് വേറെ ആരുമില്ല, പുള്ളി തന്നെയാണ് കാരണം. കാരണം പുള്ളിക്കാരൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, പുള്ളി ആരുടെയെങ്കിലും ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ അടുത്ത ആളെ കൈവിട്ട് കളയും. അതാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടർ. ആ ഒരൊറ്റ കാരണം കൊണ്ട് പുള്ളി തോക്കും. കഴിഞ്ഞ പ്രാവശ്യം പുള്ളി തോറ്റതെന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ്. അന്ന് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും പുള്ളി ചേർത്ത് പിടിച്ച്, പക്ഷെ മുസ്ലിങ്ങളെ തള്ളിപ്പറഞ്ഞു. ഈ പ്രാവശ്യം പുള്ളിക്കാരൻ ക്രിസ്ത്യാനികളെ തള്ളിപ്പറഞ്ഞു, ബാക്കിയുള്ളവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ മണ്ടന്മാരല്ല. കാരണം മനുഷ്യരാരും അത്ര പെട്ടെന്നൊന്നും മറക്കത്തില്ല. നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയം കളിക്കുക. നമ്മൾ കണ്ടല്ലേ ഈ 90കളിലെ സിനിമകളിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയം കളിക്കുകയാണ് ചെയ്യുന്നത്. വമ്പൻ കളികളാണ്, ചൂതാട്ടം പോലെയാണ്. പുള്ളിയൊക്കെ ഇപ്പോഴും അത് വിട്ടിട്ടില്ല. സിൻസിയറായിട്ട് ജനങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ജീവൻ കൊടുത്ത് സേവിക്കുന്ന ഒരു എന്താ പറയുക ജനസേവകനെ ജനങ്ങൾക്ക് മനസ്സിലാവും. പണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. പണ്ടത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചരടുവലികൾ ഒരുപാടുണ്ടായിരുന്ന കാലഘട്ടമാണ്. അന്നെന്ന് പറഞ്ഞാൽ ഇത്തരം സോഷ്യൽ മീഡിയകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾ പലതും അറിയുന്നില്ലായിരുന്നു. ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്നെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബോധമായി, വിവരമായി, ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. ഇന്ന് ജനങ്ങൾക്കറിയാം ആരാണ് സത്യസന്ധൻ, ആരാണ് നല്ലവൻ, അല്ലെങ്കിൽ ആരാണ് പ്രവർത്തിക്കുന്നവൻ എന്നൊക്കെ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളിയുടെ ഒരു വാർത്ത പുറത്തുവിട്ടത്, കരിമണൽ കർത്താടെ കയ്യിൽ നിന്ന് പണം മേടിച്ച ആളുകളുടെ ലിസ്റ്റ് പുള്ളി പുറത്തുവിട്ടു. ഞാൻ ഞെട്ടിപ്പോയി, ഉള്ള കാര്യം പറയാമല്ലോ. അതിലെല്ലാ പാർട്ടിയിലുള്ള ആളുകളുടെ പേര് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്വേഷിച്ച് അത് വ്യക്തമാണോ എന്നല്ല ഒരിക്കലും അന്വേഷിക്കാൻ പോകുന്നില്ല. കാരണം നമുക്കറിയാമല്ലോ, ഒരു എതിർ പാർട്ടി ഒരു പാർട്ടിക്കെതിരെ, അല്ലെങ്കിൽ ഒരു പാർട്ടിയിലെ അല്ലെങ്കിൽ ഉന്നത നേതാവ് എന്തെങ്കിലും ഒരു കൃത്രിമം കാണിക്കുകയോ ആരോടെങ്കിലും പണം കൈപ്പറ്റുകയോ ചെയ്താൽ എതിർ പാർട്ടിയിൽ നിന്നുള്ള ശക്തമായ പ്രതിഷേധത്തിലൂടെയാണ് അത് തെളിയിക്കപ്പെടുന്നത്, അതല്ലെങ്കിൽ അന്വേഷണം വരുന്നത്. ഇവിടെ എല്ലാ പാർട്ടിയും വാങ്ങിയ സ്ഥിതിക്ക് ഒരിക്കലും അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകാൻ ചാൻസ് ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം പ്രവൃത്തികൾ നമ്മുടെ നാട്ടിൽ നടന്നു പോവുകയും നമ്മൾ അത് കണ്ടില്ല, നമ്മൾ കണ്ടു, അത് കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഊഹാപോഹങ്ങൾ മാത്രമായിട്ടിരുന്ന കാര്യങ്ങളുടെ എവിഡൻസാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പാർട്ടികളും മേടിക്കുന്നുണ്ട്, എല്ലാ പാർട്ടികളും. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ജനങ്ങൾക്ക് വെറുത്ത് മടുത്തിരിക്കുന്ന സമയത്ത് ഇനി ആർക്ക് വോട്ട് ചെയ്താൽ എന്ത്, എല്ലാവരും കൈവിട്ട് വാരുന്നു. എല്ലാവരും ഈ പറയുന്നത് പോലെ സ്വന്തം സുഖത്തിനും സ്വന്തം ലാഭത്തിനും വേണ്ടി അധികാരമോഹം കൊണ്ട് ആളുകൾ ജനത്തെ സേവിക്കാൻ പറ്റുന്നു. അതല്ലേ സത്യം? അപ്പോൾ അതിനേക്കാൾ മുകളിൽ നിന്നുകൊണ്ട് ജനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, അതായത് ഒരാളുടെ തോളിൽ കൈയിടാനായിട്ട് മറ്റൊരാളെ തള്ളിപ്പറയുക, കുറച്ച് നാൾ കഴിയുമ്പോൾ അയാളെ കൂട്ടുപിടിക്കുക, വീണ്ടും കൂടെ നിന്നവരെ തള്ളിപ്പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം കാണിക്കുന്ന ആളുകളെ ഒട്ടും ജനങ്ങൾ വോട്ട് ചെയ്യത്തില്ല. രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരിധിയുണ്ടല്ലോ. അത് ജനങ്ങൾ മണ്ടന്മാരല്ല, ജനങ്ങൾക്ക് ബോധമുണ്ടായി, ജനങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു 10 മിനിറ്റ് മാത്രം ദൂരദർശൻ എന്ന് പറയുന്ന ചാനലിൽ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ആ ന്യൂസ് കാണാനായിട്ട് വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ചിത്രഹാറും ചിത്രഗീതവും സിനിമയും കാണാൻ മാത്രമാണ് സമയം കണ്ടിരുന്നത്, അല്ലേ? റേഡിയോയിൽ വാർത്ത കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കേൾക്കില്ല. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാനാണ് സമയം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് കേൾക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വാർത്തയോടും അല്ലെങ്കിൽ വാർത്ത എന്താണെന്ന് തിരക്കാനുള്ള സമയവും ജനങ്ങൾക്കില്ല, താല്പര്യമില്ലായിരുന്നു. എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അവർക്ക് താല്പര്യം. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇത്രയും ന്യൂസ് ചാനലുകൾ നമ്മുടെ നാട്ടിൽ എന്താ പറയുക നിലനിന്ന് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, പുതിയ ന്യൂസ് ചാനലുകൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത്രയും ജനങ്ങൾ വാർത്ത കണ്ടിട്ടാണ്. പോരാതെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ കൈവെള്ളയിലെത്തും എവിടെ എന്ത് നടന്നാലും. അതുകൊണ്ട് തന്നെ എല്ലാവരെക്കുറിച്ചും എല്ലാവരുടെയും മനസ്സിലിരിപ്പും എല്ലാവരും പറയുന്ന വാക്കുകളൊന്നും അവർ മറന്നാലും സോഷ്യൽ മീഡിയയിൽ നിന്നും ഈ പറയുന്ന മീഡിയക്കാരുടെ കയ്യിൽ നിന്നും പോകത്തില്ല. അതിങ്ങനെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അവർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പി സി ജോർജ് ജയിക്കാൻ ചാൻസ് കുറവാണ്. വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോട് ഒരു വെറുപ്പോ ഒരു പ്രശ്നമോ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഒരു പൗരനെന്ന നിലയിൽ, നാട്ടിലെ ഒരു ജീവിക്കുന്ന ആളെന്ന നിലയിൽ, നാട്ടിലെ സിറ്റുവേഷൻ ഈ സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, പി സി ജോർജ് ജയിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പി സി ജോർജ് നമ്മൾ ഒരു അധികാരമോഹത്തിന് വേണ്ടി നമ്മൾ ഒരാളെ കൈവിട്ട് അടുത്ത ആളെ കൂട്ടുപിടിക്കുന്ന പ്രവൃത്തി കാണിക്കരുത് രാഷ്ട്രീയത്തിൽ. അങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ ഒരു സ്ഥിതി, പുള്ളിക്കാരൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് അദ്ദേഹം മുസ്ലിം സമുദായത്തെ മുഴുവൻ തള്ളിപ്പറഞ്ഞു, അദ്ദേഹം തോറ്റു. നമുക്കറിയാം, ഈരാറ്റുപേട്ടയിലൊക്കെ വന്നിട്ട് കൂവി വിട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ ക്രിസ്ത്യാനികളെ തഴഞ്ഞിരിക്കുകയാണ്. പുള്ളി ഇപ്പോൾ പറയുന്നത് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഇന്ത്യയിൽ തന്നെ കുറച്ചേ ഉള്ളൂ, പിന്നെ യുവമാർക്ക് എന്താ എത്ര എളുപ്പമെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു മതത്തെയും പുള്ളി ആക്ഷേപിച്ചതിനെ ചൂണ്ടിക്കാണിക്കല്ല. നമ്മളൊരു കാൻഡിഡേറ്റായിട്ട് നിന്ന് കഴിയുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കേണ്ട രീതി, അത് കുറച്ച് ഇത്രയും വർഷം ഇത്രയും ജയിച്ച് വന്നിട്ടും ഇത്രയും MLA സ്ഥാനത്തൊക്കെ ഇരുന്നിട്ടും ഇദ്ദേഹത്തിന് ഇപ്പോഴും കാര്യത്തിന് എന്താ പറയുക കാര്യഗൗരവമില്ല. എവിടെ പറയണമെന്നറിയില്ല.
അപ്പോൾ അത്തരം വിവരമില്ലാത്ത പ്രവൃത്തി അല്ല അത്തരം വിവരമില്ലാത്ത സംസാരം കൊണ്ട് തന്നെ പുള്ളി തോക്കുമെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ നാക്കാണ് അദ്ദേഹത്തെ തോപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാവ് അദ്ദേഹത്തെ തോപ്പിക്കും. എത്ര പ്രചരണം നടത്തിയെന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ജനങ്ങൾ കേൾക്കുന്നത് ജനങ്ങൾ മറക്കില്ല. ജനങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം അവർ ഇലക്ഷനിൽ അവർ വോട്ട് ചെയ്യുള്ളൂ, അല്ലേ? എത്രയൊക്കെ നല്ലവനാണ് അല്ലെങ്കിൽ എന്തൊക്കെ നല്ല പ്രവൃത്തി ചെയ്തതെന്ന് പറഞ്ഞാലും ഈ പറയുന്നത് പോലെ നമ്മൾ പറയുന്ന നമ്മുടെ നാവ് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ വാക്കുകൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ ഈ പല ആളുകളുടെ ജീവൻ വരെ പോകുന്നത് എന്താണ്? വാക്കിലൂടെയാണ്, നാവിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്. പി സി ജോർജ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ 3 ദിവസം കൂടെ ഉള്ളൂ ഇലക്ഷന്. അപ്പോൾ പൂഞ്ഞാറിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ചാൻസ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് കാരണം ഇത് തന്നെയാണ്. ഒരു വിഭാഗത്തിൻ്റെ വോട്ട് മുഴുവൻ കഴിഞ്ഞ 5 വർഷം മുമ്പേ പോയി. പിന്നെ അടുത്ത വിഭാഗത്തിൻ്റെയും പോകാൻ ചാൻസ് ഉണ്ട്. അത് മിക്കവാറും ആളുകൾ ഇപ്പോൾ ഭൂരിഭാഗം പേരും എതിരായിട്ടുണ്ടാവും. പിന്നെ പുള്ളിക്കാരൻ പറയുന്നത് ഈ പറയുന്ന ബി ജെ പിയുടെ വോട്ടെന്നാണ്. ബി ജെ പിയുടെ വോട്ട് ഈ പറയുന്നത് പോലെയൊന്നും അവിടെ കിട്ടത്തില്ല. അത് കിട്ടാത്ത കാരണം എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാമല്ലോ എന്താണ്. ബി ജെ പിക്കൊക്കെ ഈ പറയുന്ന പാരമ്പര്യമായിട്ട് വോട്ട് ചെയ്യുന്ന കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ വോട്ട് ചെയ്യുന്നവർ ഒരിക്കലും ബി ജെ പിക്ക് വോട്ട് ചെയ്യത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അത് നല്ല കാര്യം തന്നെയാണ്, ഉറപ്പാണ്, അതിനകത്ത് മാറ്റമില്ല. പക്ഷേ ആ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട് ഈ പറയുന്നത് പോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ സമ്മതിക്കത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ തന്നെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ബി ജെ പി വർഗീയ പാർട്ടിയാണെന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും അവർ വർഗീയ പാർട്ടി അല്ല, അവർ നല്ല വികസനം കൊണ്ടുവരുന്ന പാർട്ടി തന്നെയാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ പണത്തിനുമായിട്ട് നമ്മൾ ആ വോയിസ് ക്ലിപ്പ് കേട്ടാണ്. പക്ഷെ അത് നമ്മൾ കാര്യമാക്കണ്ട. എല്ലാ പാർട്ടിയിലും എല്ലാവരും നല്ല ശരിക്കും മേടിക്കുന്നുണ്ട്. കരിമണൽ കർത്താട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നതിനകത്ത് എല്ലാവരും ഉണ്ട്, ആരാ ഇല്ലാത്തത്? അപ്പം എല്ലാവരും മേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ അധികാരം മോഹിച്ച് ഇത്രയും ചെലവ് ചെയ്ത് ഇത്രയും ബഹളം ഉണ്ടാക്കി. നമ്മളല്ലേ ജി സുധാകരൻ സാറ് 63 അദ്ദേഹത്തിൻ്റെ 15ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വന്ന ആളാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം എന്തുകൊണ്ട് പാർട്ടി വിട്ട് കോൺഗ്രസ് പിന്തുണയോടുകൂടി ആലപ്പുഴയിൽ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു? അധികാരം മോഹിച്ചിട്ടല്ലേ? അപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അധികാരം മതി. അപ്പോൾ അധികാരം എടുത്തോ, ആരെങ്കിലുമൊക്കെ വേണ്ടേ ഭരിക്കാൻ? അപ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ട് യാചിച്ച് നിൽക്കുമ്പോൾ ഇത്തരം വിവരക്കേടുകളോട് പറയാതിരിക്കുക. അപ്പോൾ പൂഞ്ഞാറിലെ കാര്യം നമ്മൾ 3 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ ഇലക്ഷൻ്റെ റിസൾട്ട് വരും, നമുക്ക് കണ്ടറിയാം. ഞാനിപ്പോഴേ പറയാണ്, പി സി ജോർജ് പൊട്ടും, അതിനകത്തൊരു തർക്കമില്ല.